എടാ, ഒരു കാര്യം മനസ്സിൽ വെച്ചോ. എപ്പോഴെങ്കിലും കാറ്റിന്റെ ഫലമായി അഗ്നിക്ക് ദേഷ്യം വന്നാ അത് അണഞ്ഞു പോവില്ല. പകരം തീജ്വാലകൾ ഉയർത്തി സംഭരിച്ചു കളയും. അതെത്ര വലിയ ആളുകളായപ്പോലും ദഹിപ്പിച്ചു കളയും. അതിനുള്ള അവസ്ഥ നീ ഉണ്ടാക്കരുത്. നീ അവനുടെ കഴുത്തി താലി കെട്ടിട്ടുണ്ടെങ്കിൽ അത് ദൈവം കാണിച്ചു തന്ന വഴിയാ. നീ പറയുന്ന ജാതകം നിന്റെ ഭാര്യയെ നിന്നെയും നിന്റെ വീട്ടിൽ തന്നെ അകറ്റി നിർത്തുമ്പോ അങ്ങനെ ഒരു ജാതകത്തിന്റെ പ്രസക്തി എന്താടാ? എല്ലാവരും ജാതകം നോക്കിയിട്ട് അവരുടെ ജീവിതം ജീവിച്ചു തീർക്കുന്നത് ഇത് വലിയൊരു ഫൂളിഷ്നെസ് ആടാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ അനിയത്തിയോട് നീ അനീതി കാണിച്ചാ ഞാൻ നിന്നെ വെറുതെ വിടില്ല. ചേട്ടാ, ദേവിയത് അദ്ദേഹത്തെ ഒന്നും പറയരുത്. കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാവരോടും തുറന്നു പറയാൻ വേണ്ടി അദ്ദേഹം ഇവിടെ പ്രയത്നിക്കുന്നുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ മുന്നിൽ വന്ന് അത് പറയാൻ പറ്റുന്നില്ല. താലി ഉണ്ടായിട്ടും അതിഥിയെ പോലെ ജീവിക്കുന്നത് എനിക്കും കഷ്ടമുള്ള കാര്യം തന്നെയാണ്. എന്നെ കുറിച്ചൊന്നും മനസ്സിലാക്കാതെ എന്നെ പറ്റി ഓരോന്ന് പറയുമ്പോഴൊക്കെ താലി എടുത്ത് എല്ലാവരെയും കാണിക്കാനുള്ള ആലോചന എനിക്കും തോന്നാറുണ്ട്. പക്ഷെ അത് ഞാൻ ഒരിക്കലും ചെയ്യില്ല. നരകി അതിനനുഭവിച്ചേട്ടാ ഓരോ ദിവസവും നീക്കുന്നേ. പക്ഷെ ഇത് സഹിക്കാതെ മാർഗമല്ല. പേടിക്കണ്ട മോളെ, നിനക്ക് നല്ലതേ വരും. ഒരു വലിയ മനുഷ്യന്റെ ഭാര്യയാവാനുള്ള ഭാഗ്യം കിട്ടിയെന്നല്ലാതെ മരുമകൾ എന്ന അംഗീകാരം ഇനിയും കിട്ടാത്തത് കൊണ്ട് എന്റെ മനസ്സാകെ തകർന്നു പോകുന്നത് പോലെയുണ്ട്. ഞാൻ എത്രത്തോളം സഹിക്കുന്നുണ്ടെന്നും എത്രത്തോളം ക്ഷമിക്കുന്നുണ്ടെന്നും ആ ദൈവത്തിനറിയാം. അതുകൊണ്ട് വീണ്ടും ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം എപ്പോ അവസാനിക്കുമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ നിലവിൽ ഞാനിപ്പോ അറിഞ്ഞുകൊണ്ട് വേദന സഹിക്കാണ്. ഈ കോഫി കുടിക്കൂ ചേട്ടാ. പാവം എത്ര സഹിക്കുന്നുണ്ടെന്ന് നോക്കടാ. പെട്ടെന്ന് അവളെ ഈ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുക. ഇതിലുള്ള സിനിമ അമ്പലത്തിലുള്ള മുഴുവൻ ആൾക്കാരെയും കാണിക്കും. പരിചയമുള്ള ആള് മുമ്പിൽ വന്ന ജസ്റ്റ് ഒന്ന് വിഷ് ചെയ്തൂടെ?
നിങ്ങളുടെ വീട്ടില് വേദവതി ആന്റി അടക്കം എല്ലാവരും ഇങ്ങനെ തന്നെയാണോ? നിന്റെ വീട്ടിൽ പെണ്ണ് കാണാൻ വന്നപ്പോ ഫാമിലിയെ മുഴുവൻ നിങ്ങൾ പൊട്ടന്മാരാക്കി. അന്ന് ഉത്സവത്തിന്റെ അന്ന് ശ്രീകറിന്റെ ആവനിയുടെയും കല്യാണം കഴിഞ്ഞു എന്ന സത്യം വലിയ രീതിയിൽ ബ്ലാസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ഞങ്ങളെയൊക്കെ അന്ധമായി വിശ്വസിപ്പിച്ച് ഞങ്ങളെയും ഫൂൾസാക്കി. നീ കാരണം ഞങ്ങള് നാണം കെട്ടതുകൊണ്ട് ദേഷ്യം പിടിച്ചിട്ട് ഇരിക്കുവാണേ. എന്റെ അമ്മോ, ഇനി ഒരിക്കലും നീ പറയുന്ന വിശ്വസിക്കില്ല. വിശ്വസിക്കേണ്ട, ഒട്ടും വിശ്വസിക്കേണ്ട. വിശ്വസിക്കാതെ അവർക്ക് രണ്ടുപേർക്കും വേണ്ട വിധം സൗകര്യം ചെയ്തു കൊടുക്ക്. നിങ്ങളുടെ കൺമുന്നിൽ നിങ്ങളെ പറ്റിച്ചുകൊണ്ട് പ്രേമപ്രാവുകളെ പോലെ നന്നായി കറങ്ങട്ടെ. അപ്പോ നിന്റെ ഉദ്ദേശം എന്താ? അവരുടെ കല്യാണം കഴിഞ്ഞു എന്നുള്ളത് സത്യമാണെന്നാണോ? ഞാൻ പറയുന്നത് സത്യ. ആവനിയുടെ കഴുത്തില് താലി ഉണ്ടെന്നാണോ? യെസ്, ഞാൻ ഇപ്പോഴും അത് ഉറപ്പിച്ച് തന്നെ പറയുന്നേ. നീ പറയുന്ന ആർക്ക് കേൾക്കണം? തെളിയിക്കാൻ എന്തെങ്കിലും തെളിവുണ്ടായിട്ട് വേണ്ടേ? ഇന്ദ്രജാലം കാണിക്കുന്നവര് കയ്യിൽ ഒരു ചെറിയ വടിയൊക്കെ പിടിച്ച് ആബ്രാക്ക ഡാബ്ര എന്നൊക്കെ പറയുന്ന പോലെ ഫോണില് വീഡിയോ എവിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുവന്നു. അത് അവസാനം ചാരമായി. വീഡിയോയും ഇല്ല, കഴുത്തില് താലിയും ഇല്ല. ആവശ്യത്തിന് തെളിവില്ലാതെ ആയുധങ്ങളില്ലാതെ മുന്നോട്ടില്ല. ഈ പെണ്ണിന്റെ വാക്കും വിശ്വസിച്ചേ നമ്മള് മുന്നോട്ടിറങ്ങിയാലേ ഇരുട്ടില് തപ്പുന്നത് പോലെയാ. അതേ മോളെ, നിന്നോടുള്ള സഹവാസം പ്രശ്നമായതുകൊണ്ടേ കാണുമ്പോ കൂടുതൽ പരിചയം കാണിക്കരുത്, മനസ്സിലായോ? വാലാവണ്യേ. ഹലോ, നിങ്ങൾ ഇത്ര പെട്ടെന്ന് നിരാശരാവുമെന്ന് കരുതിയില്ല. നിങ്ങളോടൊക്കെ ഞാൻ എന്തിനാ വെറുതെ സംസാരിക്കുന്നേ? ഡേ, ചുമ്മാ ചലക്കുന്നെന്താ? അല്ല പിന്നല്ലാതെ എന്താ? വീഡിയോ ഇല്ലാത്തതുകൊണ്ടും കഴുത്തില് മംഗല്യസൂത്രം ഇല്ലെന്നുള്ളതുകൊണ്ടും സത്യം സത്യമല്ലാതാവോ? തെളിവുകളൊന്നും കിട്ടിയില്ലാന്ന് കരുതി കൊലപാതകം ചെയ്ത പ്രതികളെ ആരെങ്കിലും വെറുതെ വിടാറുണ്ടോ? എന്നെങ്കിലും ഒരു ദിവസം കിട്ടാതിരിക്കില്ലല്ലോ. ശ്രീകറിന്റെയും ആവനിയുടെയും വിഷയത്തില് ഇത് തന്നെയാ നടക്കുന്നത്. കണ്ടുകൊണ്ട് നിന്നോ. അവരുടെ രണ്ടുപേരെയും കല്യാണം കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു. വീട്ടിൽ തന്നെയല്ലേ ഉള്ളത്. എല്ലാവരുടെയും കണ്ണുകൾ എക്സ്റേ അല്ലേ? ശരിക്കും ഒന്ന് നോക്ക്. നിഴല് പോലെ ആ ആവനെ ഒന്ന് ഫോളോ ചെയ്യ്. എന്നെങ്കിലും ഒരു ദിവസം ഉറപ്പായി സത്യം പുറത്തു വരും. അപ്പോഴീ പവിത്ര പറഞ്ഞത് സത്യമാണെന്ന് വിശ്വസിക്കൂ. ഞാനത്ര ബുദ്ധി വിവരമൊന്നും ഇല്ലാത്തവളല്ല. പവിത്ര പറയുന്നതിലും കാര്യമുണ്ടെന്ന് തോന്നുന്നു ചേച്ചി. എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു. പവിത്രയാണെങ്കി അവരുടെ രണ്ടിന്റെ കല്യാണം കഴിഞ്ഞെന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ട്. അപ്പൊ അമ്പലത്തിൽ വെച്ച് സമർത്ഥമായി താലിമാല അവള് മറച്ചു വെച്ചെന്നാണോ പറയുന്നേ? അങ്ങനെ തന്നെയല്ലേ? അപ്പൊ മറച്ചു വെച്ചിട്ട് ഇപ്പൊ വീണ്ടും ഇട്ടിട്ടുണ്ടാവും. ഇനി എന്ത് ചെയ്യും? കള്ളനെ നമുക്ക് പിടിച്ചു വെച്ചതിന് ശേഷം എല്ലാവരുടെ മുമ്പിൽ കൊണ്ട് കാണിക്കണം. അങ്ങനെ നടക്കണമെങ്കിൽ ഇപ്പൊ തന്നെ അവനിയുടെ റൂമിലേക്ക് പോയി അവളുടെ കഴുത്തില് മംഗളസൂത്രം ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്തണം. യെസ്, ഇനി എന്തിനാ വൈകിപ്പിക്കുന്നേ? കം ഓൺ, ലെറ്റ്സ് ഗോ. കള്ളനെ പിടിക്കണം, അമ്മായിമ്മയുടെ കയ്യിൽ നിന്ന് സമ്മാനവും മേടിക്കണം. അതിന് അമ്മ സമ്മാനമൊന്നും കൊടുക്കുന്നില്ലല്ലോ. കൊടുക്കുന്നില്ലെങ്കിലും സബാഷ് മരുമോനെ നാശലക്ഷിക്കില്ലേ? അത് തന്നെ വലിയ സമ്മാനമായിട്ട് സ്വീകരിച്ചോളാം. ഉയർന്ന ചിന്താഗതിയും ഇല്ലാത്ത ഭാഗ്യവും. നേടാ. ഓ, നമ്മൾ ഇത്രയൊക്കെ പ്ലാൻ ചെയ്തു വന്നിട്ട് അവനെ അകത്തൊന്ന് കുറ്റിയിട്ടിട്ടുണ്ടെങ്കിലോ? അവളുടെ ഭാഗ്യം കഴിയാറായിട്ടുണ്ടെങ്കിൽ വാതിൽ തുറന്നു കിടക്കുന്നുണ്ടാവും. ഡോറ് തുറക്കേട്ട. ഇന്ന് ദൈവം നേരെ ഇറങ്ങി വന്നാലും
ആവനിയെ രക്ഷിക്കാൻ പറ്റില്ല. മംഗളസൂത്രം കഴുത്തിലുണ്ടെങ്കിൽ രാത്രിക്ക് രാത്രി അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കാം. ആബ്രകടാബ്ര, ആബ്രകടാബ്ര. ആരോ വരുന്നുണ്ട്. ശ്രീകരായിരിക്കും. അവനി ശ്രീകരയുടെ തന്നെ. കട്ടിലടിയിൽ ഒളിച്ചിരിക്കാം. കുനിഞ്ഞു കുനിഞ്ഞു കുനിയ്. നീങ്ങി കിടക്കങ്ങോട്ട്. നിങ്ങളോടാ ഇതിനാ നിന്നോട് ഡയറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അവനിന്റെ റൂമിലെ ഡോറ് തുറന്നെടുക്കുന്നുണ്ട്. അവനി 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 എന്താ ശ്രീകരേട്ട ഈ നേരത്ത്? താനെന്താ റൂമിന്റെ ഡോർ അടയ്ക്കാതെ കിടന്നുറങ്ങിയേ? വെറുതെ ഓരോന്ന് ആലോചിച്ച് ഞാനങ്ങ് ഉറങ്ങിപ്പോയി ചേട്ടാ. നിങ്ങൾ ഇനി ഉറങ്ങിയില്ല ചേട്ടാ? എന്ത് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായിട്ട കാര്യം? എന്റെ അളിയനും പിന്നെ എന്റെ ചേച്ചിയും വളരെ ബുദ്ധിശാലികളാ. എന്നിട്ടും അവർക്ക് നമ്മളെ സംശയമാണ് എത്ര അവനി. അതേ ശ്രീകർ ചേട്ടാ. അത്ര ബുദ്ധിയുള്ളവരാണ് അവരെങ്കിൽ നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ലെന്നും ഞാൻ വെറും നിങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ അനിയത്തിയാണെന്ന് അവർ മനസ്സിലാക്കണ്ടേ? പോട്ടെ അവനി, എന്നെങ്കിലും ഒരു ദിവസമേ നമ്മൾ അനാവശ്യമായി സംശയിച്ചതിനെ അവര് വല്ലാതെ ദുഃഖിക്കും. അതും ശരിയാ. തന്റെ ചേട്ടൻ വിളിക്കാൻ പറഞ്ഞു. വാ പോവാം. ശരി ഏട്ടാ. അളിയൻ എന്നെ കണ്ടിട്ടില്ലെങ്കിലും എന്തോ അർത്ഥം വെച്ച് ചവിട്ടിയതുപോലെ ഉണ്ട്. ആദ്യം നമുക്ക് ഈ റൂമിൽ നിന്ന് പുറത്തു പോവാം. വന്നേ. ഉറക്കം വരാഞ്ഞപ്പോ ജസ്റ്റ് ഒന്ന് ഇവിടെ വന്ന് നോക്കിയതാ. റൂം അപ്പൊ തുറന്നെടുക്കായിരുന്നു. എനിക്ക് വല്ലാത്ത സംശയം തോന്നി. ഞാൻ റൂമിലേക്ക് വരാൻ നോക്കിയപ്പോ എന്റെ കാലിൽ തട്ടി ഫ്ലവർ സ്റ്റാൻഡ് വീണുപോയി. ആ ശബ്ദവും കേട്ട് അവര് കട്ടിന്റെ അടിയിൽ ഒളിച്ചു. നിങ്ങളിപ്പോ വന്നില്ലായിരുന്നെങ്കിൽ എന്റെ കഴുത്തിൽ ചാർത്തി മംഗല്യ സൂത്രം അവര് കാണില്ലായിരുന്നോ? അതെ അവനെ. പവിത്ര അങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് അവരുടെ സംശയം പിന്നെയും ബലപ്പെട്ടിട്ടുണ്ട്.
അതുകൊണ്ട് ഈ താലിയടക്കം എന്നെ പിടിക്കണമെന്ന് കരുതിയിരിക്കുക. അതുകൊണ്ട് ഇനി ഒരുപാട് ശ്രദ്ധിക്കണം അവനി. അവര് സംസാരിക്കുന്ന വെച്ച് നോക്കുമ്പോ നമ്മൾ അവരെ അനാവശ്യമായിട്ട് സംശയിക്കുന്നോന്ന് തോന്നുന്നു ലാവണ്യ. അതെ സിസ്റ്റർ, മാത്രമല്ല അളിയനും പെങ്ങൾക്കും നല്ല ബുദ്ധിയുണ്ടെന്ന് അവരെന്നോട് പറഞ്ഞു. അതെ അതെ, നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിയാണല്ലോ. നിങ്ങൾക്കോ അതിനേക്കാൾ ബുദ്ധിയാളിയാ. ഈ ഇടയ്ക്ക് 2-3 തവണ അത് നല്ലോണം തെളിയിച്ചതല്ലേ. നിങ്ങൾ കേൾക്കാൻ വേണ്ടിയാ അവൻ അങ്ങനെ ഡ്രാമ കളിച്ചത്. നിങ്ങൾ ഇത്ര വലിയ ഫോഴ്സ് ആണെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇത്ര വലിയ കാര്യമാണല്ലോ ഞങ്ങളെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുന്നേപ്പിച്ച് പറയുന്നത്. ചെയ്ത സഹായമൊക്കെ മതി, ഒന്ന് പോയേ. അളിയാ. എന്താ അളിയാ? അതെ, ഒന്നും ഉപയോഗിക്കളിയാ. ഞാൻ വേറെ എന്തോ ആണ് ഉപയോഗിക്കുന്നത്, അതല്ല ഇത് ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. എന്താ അവനി, തനിക്കെന്താ ഒരു വെപ്രാളം? മുരളി ചേട്ടനെ അച്ഛനും അമ്മയും പുറത്തേക്ക് കൊണ്ടുപോയതാ. എന്താണെങ്കിൽ അമ്പലത്തില് നല്ല കാര്യങ്ങൾ ദൈവസന്നിധിയിൽ വെച്ച് ചോദിക്കുമ്പോ നന്നായിട്ട് നടക്കുമെന്ന വിശ്വാസം. അകത്തേക്ക് പോകാൻ വരൂ. നിങ്ങളോടൊന്ന് സൂചിപ്പിക്കുക പോലും ചെയ്യാതെ മുരളിയേട്ടനെ എന്തിനാ അങ്ങനെ കൊണ്ടുപോയതെന്ന് ഓർക്കുമ്പോ എനിക്ക് പേടി തോന്നുവേട്ടാ. മുരളി, നിന്നെ ഞങ്ങളുടെ ഒരു കുടുംബത്തിൽ അംഗമായി കണ്ട് നേരിട്ട് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അവനിയെ ശ്രീകർ ഗസ്റ്റ് ഹൗസിൽ നിർത്തിയപ്പോ പുറത്തുള്ളവര് ആവശ്യമില്ലാത്തതൊന്നും പറയരുതെന്ന് വിചാരിച്ച് അവളെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ആ തീരുമാനം എത്ര നല്ല തീരുമാനമായിരുന്നു എന്ന് പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി. എന്ത് കാരണം കൊണ്ട് അവര് കൊണ്ടുപോയതെന്ന് അറിയില്ല. എന്തൊക്കെ കാര്യങ്ങൾ എന്നെ ചോദിക്കാൻ പോകുന്നതെന്ന് എനിക്കെന്തോ പേടി തോന്നുവേട്ടാ. ഇന്ന് സമൂഹത്തില് ആവനിയെ പോലുള്ള പെൺകുട്ടികള് വളരെ കുറച്ച് കാണൂ മോനെ. ഞങ്ങളുടെ വീടിന്റെ ഐശ്വര്യമായ അന്നപൂർണമാത വിഗ്രഹത്തെ സ്വന്തം ജീവൻ പോലും വില കൊടുത്തുകൊണ്ട് അവളെ സംരക്ഷിച്ചു മോനെ. അത്ര മഹത്വമുള്ളവളാ നിന്റെ പെങ്ങള്. ആവനിയും ശ്രീകറുമായിട്ടുള്ള കല്യാണം നടത്തി അവളെ ഞങ്ങളുടെ മരുമകളാക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കാം. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട അവനിയെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ചേർക്കാൻ ആഗ്രഹിക്കുക. നമ്മുടെ കല്യാണക്കാര്യം നമ്മുടെ മുരളി ഇവിടെ ആരോടും പറയാത്ത സ്ഥിതിക്ക് താൻ വെറുതെ ടെൻഷൻ ആവണ്ട അവനി. നേരിട്ട് പെൺകുട്ടിയോട് ചോദിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടാ അവൾക്ക് അച്ഛനും അമ്മയും ഇല്ലാത്തതുകൊണ്ട് മോനോട് ചോദിക്കാന്ന് വിചാരിച്ച. ഞങ്ങള് നിന്റെ അഭിപ്രായം ചോദിച്ചിട്ട് അവളോട് പറയാന്ന് വിചാരിച്ച.
ആദ്യം താൻ ഇത്തിരി വെള്ളം കുടിച്ച് ഒന്ന് കൂളായേ. അവനിയെ ഞങ്ങളുടെ മരുമകളാക്കുന്നതില് നിനക്ക് എതിർപ്പൊന്നും ഇല്ലല്ലോ അല്ലേ? നിങ്ങളുടെ വീട്ടിലെ മരുമകളാകുന്നതിനേക്കാൾ വേറെന്ത് ഭാഗ്യമുള്ളത്? വളരെ വളരെ നല്ല കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾ ജാതകത്തെക്കുറിച്ച് സംസാരിക്കുമെന്നും നിങ്ങളുടെ വീട്ടിലെ മരുമകളാണുള്ള ജാതകമൊക്കെ ഇല്ല എന്നൊക്കെ ഓർത്ത് ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു. നിങ്ങൾ രണ്ടുപേരും ജാതകത്തിന്റെ കാര്യത്തിൽ എത്ര സ്ട്രിക്റ്റ് ആണെന്ന് എനിക്കറിയാം. പക്ഷേ ഇപ്പൊ നല്ലൊരു തീരുമാനമാണ് നിങ്ങൾ എടുത്തത്. താൻ എന്തിനാണോ ഇത്രയും ടെൻഷൻ ആവുന്നേ? എന്തെങ്കിലും ദോഷം സംഭവിക്കുന്നതിന് മുമ്പ് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് ഏട്ടാ. അവനെ ഇവിടുത്തെ മരുമകളാക്കണോ എന്ന് അമ്മ എല്ലാവരോടും ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാം നന്നായി നടക്കാൻ താൻ പ്രാർത്ഥിക്കേ. ദോഷം സംഭവിക്കുന്ന ആലോചന വിട്ടേക്ക്. നിങ്ങൾ പറയുന്നതൊക്കെ സത്യമായിരിക്കും. പക്ഷെ അവിടെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോ മറ്റെന്തെങ്കിലുമൊക്കെ പുറത്തു വരുമെന്ന് എനിക്കെന്തോ പേടി തോന്നുന്നുണ്ട്. കല്യാണം കഴിക്കണമെന്നുള്ള ആലോചന വന്ന ആളുകൾക്ക് നേരത്തെ കല്യാണം കഴിഞ്ഞു എന്നുള്ള സത്യം അറിഞ്ഞാ സഹിക്കാൻ കഴിയില്ല ഏട്ടാ. ഈ കാര്യം അനിയത്തിയോട് പറഞ്ഞ വളരെ വളരെ സന്തോഷമാവും അവർക്ക്. അവനിയുടെ ജാതകം എന്താ മോനെ? ചോതി നക്ഷത്രം. ചോതി നക്ഷത്രം. തുലാം രാശി. തുലാ രാശി. വൈശാഖ മാസം. വൈശാഖ മാസം. വ്യാഴാഴ്ച ദിവസം ജനിച്ചു. വ്യാഴാഴ്ച ദിവസം ജനനം. ഇതാ എന്റെ അവനുടെ ജാതകം.